ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും. ഈ സൗഭാഗ്യവാൻ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ചുറ്റുഭാഗവും നോക്കുകയാണ് സ്വഹാബാക്കൾ. ഈ സമയത്താണ് ആ സദസ്സിലേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മഹാ സൗഭാഗ്യവാൻ ആ സ്വർഗാവകാശി സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ മഹാ സൗഭാഗ്യത്തിന് അർഹനാവാൻ മാത്രം താങ്കൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ എന്തെല്ലാമാണ്? സഅദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയായിരുന്നു, സാധാരണയിൽ കഴിഞ്ഞു കൂടുതലായി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ ഒരാളോടും എനിക്ക് മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഞാൻ വെച്ചു പുലർത്താറില്ല. ഇതായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാവാനുണ്ടായ കാരണം. ഒരാളോടും അദ്ദേഹത്തിന് വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ മഹത്തായ സ്വഭാവ ഗുണം നമ്മളും ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ചെന്നെത്തുന്ന സ്വർഗത്തിൽ നമുക്കും അവരോടൊപ്പം ഒരുമിച്ച് ചേരാൻ സാധിക്കും.